ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഫോർത്ത് ഫീച്ചർ ഓഫ് ഇൻഡിഫറൻസ് കർവ് ആണ്. എന്താണ് ഫോർത്ത് ഫീച്ചർ ഓഫ് ഇൻഡിഫറൻസ് കർവ്? ഹയർ ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഇതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് +1, +2 സ്റ്റുഡൻസിന്റെ സിലബസ് അനുസരിച്ചാണ്. അതുകൊണ്ട് അങ്ങനെ പരിചയമുള്ള +1, +2 സ്റ്റുഡൻസിന് ഈ ക്ലാസ്, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. റെപ്രസെന്റ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഇനി ഇതൊരു എക്സ്പ്ലനേഷൻ ഇൻഡിഫറൻസ് മാപ്പിലുണ്ടെന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇൻഡിഫറൻസ് മാപ്പ് എന്താന്ന് ഇതിനു മുമ്പ് ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. ഇൻഡിഫറൻസ് മാപ്പിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ അവിടെ വേറൊന്ന് കാണും. അവിടെ ഒരു ടേം പറയുന്നുണ്ട്, മൊണോട്ടോണിസിറ്റി ഓഫ് പ്രിഫറൻസ്. അപ്പൊ മൊണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട് ഇക്കണോമിക്സിൽ. ആ ടേമും കൂടെ പഠിച്ചാൽ നമുക്ക് ഫോർത്ത് ഫീച്ചർ വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പൊ എന്താണ് മൊണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറയുന്നത്? മോണോട്ടോണിക് പ്രിഫറൻസ് is that no good in a consumption bundle prefer more or less compared to the goods in other bundle. ഇതിനർത്ഥം എന്താണ്? ഒരു കൺസംഷൻ ബണ്ടിലിനെ നമ്മൾ പ്രിഫർ ചെയ്യണമെങ്കിൽ ഏകദേശം മറ്റേ ബണ്ടിലുള്ള ഗുഡ്സിനെ നോക്കിയിട്ടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂ. ഏകദേശമല്ല നമുക്ക് ആവശ്യമുണ്ട്, കൃത്യമായിട്ട് വേണം അത്. അപ്പൊ എന്താണ് ഈ ഒരു സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മൊണോട്ടോണിക് പ്രിഫറൻസ് is that no good in a consumption bundle prefer more or less compared to the goods in other bundle. ഇതിന്റെ അർത്ഥം, it means that the consumer prefers a particular bundle. ഒരു പ്രത്യേക ബണ്ടിൽ കൺസ്യൂമർ പ്രിഫർ ചെയ്യണമെങ്കിൽ ഓവർ ദ അതർ ബണ്ടിൽ, മറ്റ് ബണ്ടിലിനേക്കാൾ. ഓവർ ദ അതർ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ മറ്റ് ബണ്ടിലിനേക്കാൾ ഒരു ബണ്ടിൽ പ്രിഫർ ചെയ്യണമെങ്കിൽ ദ ഫോർമർ ബണ്ടിൽ കൺസിസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ദ ഫോർമർ ബണ്ടിൽ കൺസിസ്റ്റ് ഓഫ്. ആദ്യം നമ്മൾ പ്രിഫർ ചെയ്യുന്ന ബണ്ടിൽ ഉൾക്കൊള്ളണം എന്താണ്? അറ്റ്ലീസ്റ്റ് മോർ ഓഫ് വൺ ഗുഡ്. ഒരു ബണ്ടിലിൽ കുറെ ഗുഡ്സ് ഉണ്ടായിരിക്കും. നമ്മൾ പഠിക്കാനുള്ള എളുപ്പത്തിന് 2 കമ്മോഡിറ്റി മാത്രം എടുത്തിട്ടാണ് ഇതുവരെ പഠിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ 2 കമ്മോഡിറ്റി മാത്രം എടുത്ത് നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ നോക്കാം. 2 കമ്മോഡിറ്റി എടുത്തു കഴിഞ്ഞ് 2 ബണ്ടിലുണ്ട്. അതിൽ ഒരു ബണ്ടിൽ നമ്മൾ പ്രിഫർ ചെയ്യണമെങ്കിൽ മറ്റേ ബണ്ടിലിനേക്കാൾ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു കമ്മോഡിറ്റി കൂടുതലായിരിക്കും വേണം. അടുത്ത കമ്മോഡിറ്റി മറ്റേ ബണ്ടിലിനേക്കാൾ കുറവായിരിക്കാനും പാടില്ല. അതാണ് ഈ മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അത് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്ത് നമ്മളൊരു ടേബിൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ടേബിളിൽ എന്താ പറയണമെന്ന് നോക്കാം. 2 ബണ്ടിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, A and B. മാംഗോ 10. രണ്ടിലും 10 മാംഗോ വീതമുണ്ട്. ബനാന 1, 2. പക്ഷെ രണ്ടിലും വ്യത്യസ്തമായ ബനാനയാണുള്ളത്. ഒന്നാമത്തെ ബണ്ടിൽ ഒരു ബനാനയും രണ്ടാമത്തെ ബണ്ടിൽ 2 ബനാനയുമാണ് ഉള്ളത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏത് ബണ്ടിലാണ് പ്രിഫർ ചെയ്യുക? ബി എന്ന് പറയുന്ന ബണ്ടിലാണ് പ്രിഫർ ചെയ്യുക. കാരണം ഇതിൽ നിന്നാണ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ കിട്ടുക. കാരണം ഒരു കമ്മോഡിറ്റി ഇവിടെ കൂടുതലുണ്ട്. ഈ പ്രിഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു കമ്മോഡിറ്റി കൂടുതലുള്ളത് കൊണ്ട് ആ ബണ്ടിൽ പ്രിഫർ ചെയ്യുന്നു. ആ പ്രിഫറൻസിനെ നമ്മൾ എന്ത് പറയുന്നു? മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറയുന്നു. അതിവിടെ എഴുതിയിട്ടുണ്ട് നമ്മൾ താഴെ. The above table shows that bundle A consists of 10 mangoes and 1 banana. B consists of 10 mangoes and 2 banana. The bundle consumer prefers bundle B over the bundle B. A. Bundle A ക്കാൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് B ആണെന്നുള്ളത് കാരണം നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. കാരണം അതിലൊരു കമ്മോഡിറ്റി കൂടുതലുണ്ട്, മറ്റേ കമ്മോഡിറ്റി ലെസ് അല്ല, രണ്ടും സെയിം ആണ്. ഇങ്ങനെ സിറ്റുവേഷനിൽ ബി പ്രിഫർ ചെയ്ത് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറയുന്നത്. ഇനി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഈ മോണോട്ടോണിക് പ്രിഫറൻസ് ഈ ഒരു സെന്റൻസ് ബൈ ഹാർട്ട് പഠിക്കണം. മോണോട്ടോണിക് പ്രിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒറ്റ സെന്റൻസ് എഴുതിയാൽ മതി. ഒരു പാരഗ്രാഫ് ആയിട്ട് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ മീനിങ്ങും അതുപോലെ തന്നെ ഈ ടേബിളും എഴുതിയിട്ട് അതിനിടയിൽ ഒന്ന് വിശദീകരിച്ചു കൊടുക്കണം. ഓക്കെ,
ഇനി ഈ മോണോടോണിക് പ്രിഫറൻസിന്റെ ഒരു പരാമർശമാണ് ഇൻഡിഫറൻസ് മാപ്പിൽ നമ്മൾ കണ്ടത്. മോണോടോണിസിറ്റി ഓഫ് പ്രിഫറൻസ് ഇൻഡിഫറൻസ് മാപ്പിൽ കാണാമെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. അത് അറിഞ്ഞെങ്കിലേ നമ്മൾ ഇൻഡിഫറൻസ് മാപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. എ കർവ് വിച്ച് റെപ്രസെന്റ് ഡിഫറെന്റ് ബണ്ടിൽസ് വിത്ത് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. വ്യത്യസ്തമായ ബണ്ടിലുകൾ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ തരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക റെപ്രസെന്റ് ചെയ്യുന്നത്, ഒരു ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വ്യത്യസ്തമായ ബണ്ടിലുകൾ ഡിഫറെന്റ് ആയിട്ടുള്ള ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് തരുന്നതെങ്കിൽ ഡിഫറെന്റ് ഇൻഡിഫറൻസ് കർവുകൾ വേണം നമുക്ക്. ഒരു ഇൻഡിഫറൻസ് കർവിൽ എപ്പോഴും ഒരു ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനാണ് കാണുന്നത്. വേറൊരു ഇൻഡിഫറൻസ് കർവ് കൂടി ഉണ്ടെങ്കിൽ അതിന്റെ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ വ്യത്യസ്തമായിരിക്കും. അപ്പൊ രണ്ട് ഇൻഡിഫറൻസ് കർവായി. അങ്ങനെ 10 ടൈപ്പ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ 10 ബണ്ടിലുകളിൽ നിന്ന് നമുക്ക് കിട്ടുകയാണെങ്കിൽ 10 ഇൻഡിഫറൻസ് കർവാണ് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ. അങ്ങനെ വരുന്ന ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത്. In the consumer's preference, overall the bundles is represented by a family of indifference curve. Overall the bundles എന്ന് പറയുമ്പോൾ എല്ലാ ബണ്ടിലുകളും ഡിഫറെന്റ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ബണ്ടിലുകളാണ്. അവയെ റെപ്രസെന്റ് ചെയ്യുന്ന ഇൻഡിഫറൻസ് കർവുകളുടെ ഒരു കൂട്ടത്തിനെയാണ് ഫാമിലി ഓഫ് ഇൻഡിഫറൻസ്. അങ്ങനെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത്. The monotonicity of preference is seen in the indifference map. കാരണം എന്താ, ഒരു ബണ്ടിലിനേക്കാൾ മറ്റൊരു ബണ്ടിൽ പ്രിഫർ ചെയ്യാനുള്ള കാരണം എന്താ, അതിൽ സെയിം ഗുഡ്സ് ആണുള്ളതെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മോഡിറ്റി അതിന് കൂടുതലായിരിക്കും, ബാക്കിയുള്ളത് കുറവായിരിക്കില്ല. അങ്ങനെ വരുമ്പോൾ അതിന് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പോൾ ഈ monotonicity of preference ഇൻഡിഫറൻസ് മാപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. എവരി ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ് ഡിഫറെന്റ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ ഇൻഡിഫറൻസ് കർവും വ്യത്യസ്തമായ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് തരിക. The following table and picture will explain this. Table combination, number of mangoes, number of banana. ഇനി ഈ കോമ്പിനേഷൻ എത്ര ഉള്ളത് നോക്ക്. ABCDE 5 കോമ്പിനേഷനാണുള്ളത്. 5 കോമ്പിനേഷനിലും മാംഗോയുടെ എണ്ണം സെയിം ആണ്. ഒന്നിലും കുറയുന്നില്ല, ഒന്നിലും കൂടുന്നില്ല. But in the case of banana, the number increases. ഇതിൽ നിന്ന് നേലിക്കുവാണെങ്കിൽ the number decreases. അപ്പോ 1, 2, 3, 4, 5 ഈ ക്രമം 1ൽ നിന്ന് 2ലേക്ക് കൂടുന്നു, 2ൽ നിന്ന് 3ലേക്ക് കൂടുന്നു, 3ൽ നിന്ന് 4ലേക്ക് കൂടുന്നു, 4ൽ നിന്ന് 5ലേക്ക് കൂടുന്നു. അപ്പോ ഈ കോമ്പിനേഷനുകളിൽ നിന്നെല്ലാം കൺസ്യൂമർക്ക് കിട്ടുന്ന ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ വ്യത്യാസം ഉണ്ടായിരിക്കും. ഒന്നാമത്തെ കോമ്പിനേഷനായ എയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതലായിരിക്കും ബിയിൽ നിന്ന്. കാരണം ഒരു ബനാന കൂടുതലുണ്ടായില്ല. അതുപോലെ ഇയിൽ നിന്ന് കിട്ടുന്ന കോമ്പിനേഷൻ ഏറ്റവും കൂടുതലായിരിക്കും. അതിൽ 5 ബനാനയുണ്ട്. ഈ 5 കോമ്പിനേഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് 5 ഇൻഡിഫറൻസ് കർവുകളായിരിക്കും. ആ ഇൻഡിഫറൻസ് കർവുകളെല്ലാം കൂടിച്ചേരുമ്പോഴാണ് നമ്മൾ എന്താ പറയുന്നത് ഫാമിലി ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത്. ഇതാണ് ഇൻഡിഫറൻസ് മാപ്പ്. നേരത്തെ പറഞ്ഞ ടേബിളാണ് നമ്മളിവിടെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ നോക്കുക, ഒന്നാമത്തെ കോമ്പിനേഷൻ എ ആണ്. എ എന്ന് പറയുന്ന കോമ്പിനേഷനിൽ നമുക്കുള്ളത് 10 മാംഗോയും 1 ബനാനയുമാണ്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇൻഡിഫറൻസ് കർവാണ് IC1. രണ്ടാമത്തെ കോമ്പിനേഷൻ ബി ആണ്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇൻഡിഫറൻസ് കർവാണ് IC2. മൂന്നാമത്തെ കോമ്പിനേഷൻ സി ആണ്. അതിൽ 3 ബനാനയും 10 മാംഗോയും ഉണ്ട്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് IC3. നാലാമത്തെ റെപ്രസെന്റേഷൻ ഡി ആണ് കോമ്പിനേഷൻ. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 10 മാംഗോയും 4 ബനാനയും, അതാണ് IC4. അഞ്ചാമത്തെ കോമ്പിനേഷനാണ്, അതായത് ഇ എന്ന് പറയുന്ന കോമ്പിനേഷനിൽ 10 മാംഗോയും 5 ബനാനയും ഉണ്ട്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് IC5. ഇങ്ങനെ 5 ഇൻഡിഫറൻസ് കർവുകളുടെ ഒരു ഫാമിലിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത്. ഇനി ഒറിജിനിൽ നിന്ന്, അതായത് ഈ O എന്ന് പറയുന്നത് ഒറിജിനാണ്. ഒറിജിനിൽ നിന്ന് IC1ലേക്കുള്ള ദൂരം എത്രയാണോ
അതിനേക്കാൾ കൂടുതലാണ് IC2ലേക്ക്, അതിനേക്കാൾ കൂടുതലാണ് IC3യിലേക്ക്, അതിനേക്കാൾ കൂടുതലാണ് IC4ലേക്ക്, അതിനേക്കാൾ കൂടുതലാണ് IC5ലേക്ക്. അങ്ങനെ ഒറിജിനിൽ നിന്ന് ദൂരം കൂടുന്നതിനനുസരിച്ച് അവയെ ഹയർ ഇൻഡിഫറൻസ് കർവുകൾ നമ്മൾ വിളിക്കും. ഹയർ ഇൻഡിഫറൻസ് കർവിൽ എത്തുമ്പോൾ ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും എന്നാണ് നമ്മുടെ നാലാമത്തെ ഫീച്ചർ പറയുന്നത്. കാരണം 10 മാംഗോയിൽ നിന്ന് ഒരു ബനാനയും കൂടെ 10 മാംഗോയും ഒരു ബനാനയും കൂടെ തരുന്ന സാറ്റിസ്ഫാക്ഷനേക്കാൾ കൂടുതലായിരിക്കും 10 മാംഗോയും 5 ബനാനയും തരുന്നത്. എയിൽ നിന്ന് ഇയിലേക്ക് മാറുമ്പോൾ ഒറിജിനിൽ നിന്ന് ഇവിടേക്ക് എത്ര ഹൈറ്റ് ഉണ്ടോ അതിനേക്കാൾ കൂടുതലായിരിക്കും ഇവിടേക്ക്, അതിനേക്കാൾ ഹൈ ആയിരിക്കും ഇ. അതുകൊണ്ട് ഹയർ ഇൻഡിഫറൻസ് കർവ് വിൽ ഗിവ് us ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഇതാണ് ഏതിൽ പറഞ്ഞിരുന്നത്? നമ്മുടെ നാലാമത്തെ ഫീച്ചറിൽ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഈ ടേബിൾ ഇപ്പൊ കണ്ട ടേബിളും ഇപ്പൊ കണ്ട പിക്ചറുമാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ദ ടേബിൾ ആൻഡ് പിക്ചർ എക്സ്പ്ലെയിൻ ദാറ്റ് there are 5 combinations ABCDE with different level of satisfaction. In each combination mango is done. മാംഗോ എന്ന് പറയുന്നത് കുറയുന്നില്ല, അത് സെയിം ആണ്. അതേസമയത്ത് ബനാന is increasing 2, 3, 4, 5. increasing from 1 അതെനിക്ക് അവിടെ ആഡ് ചെയ്യാനുണ്ട്. One, 2, 2, 3, 4, 5 in every combination. Banana is increasing from 1 to 2, 3, 4, 5. ഓരോ കോമ്പിനേഷനിലും എണ്ണം കൂടി 2, 3, 4, 5 എന്നാവുന്നു. Hence the level of satisfaction in different combination is different. That is higher or lower. ഇയിൽ നിന്ന് താഴേക്ക് വന്നാൽ ലോവറും എയിൽ നിന്ന് ഇയിലേക്ക് പോയാൽ കൂടുതലുമായിരിക്കും. Every indifference curve represents different level of satisfaction. Higher IC from the origin represent higher level of satisfaction. ഒറിജിനിൽ നിന്ന് ഹയർ IC ഏതാണോ അത് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ റെപ്രസെന്റ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹയർ ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഇതിനുള്ള എക്സ്പ്ലനേഷൻ ആണ് ഇൻഡിഫറൻസ് മാപ്പിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നാലാമത്തെ ഫീച്ചർ ഹയർ ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് ഫീച്ചർ എത്ര നാലാമത്തെ ഫീച്ചർ എന്നായിരിക്കും എക്സാമിനേഷൻ ചോദിക്കുക. പ്ലീസ് എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ഹയർ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി, അതിന്റെ ആൻസർ ചെയ്യാൻ ഇപ്പൊ തന്നെ ആ കമന്റ് ബോക്സിന്റെ നിങ്ങളെ സംശയത്തിന്റെ കൂടെ തന്നെ റിപ്ലൈ എന്ന് പറഞ്ഞിട്ട് എഴുതി തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.